65 പേർ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത്. കരാറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്ന് പല കരാറൊരവസ്ഥ നമുക്ക് മനസ്സിലാക്കി. KJCയുടെ ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട കരാർ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായി കേരള സംസ്ഥാനത്ത് കരാറുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ 50 വർഷങ്ങൾക്ക് ശേഷം പല സംഘടനകളും ഒരുപാട് കരാർ സംഘടനയായി കരാറുകാർ വിഭിന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരാറുകാരുടെ തറവാട് സംഘടന എന്ന് വിളിക്കാവുന്ന നമ്മുടെ സംഘടന അതിൻ്റെ മാറ്റിക്കൊണ്ട് KGCയെ രൂപീകരിക്കുകയും പിന്നീട് അതിൻ്റെ കൂടി മാറ്റിക്കൊണ്ട് GCA ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഇന്ന് കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഓൾ കേരള ഗവൺമെൻറ് അസോസിയേഷൻ, ആ അസോസിയേഷനിലേക്ക് നമ്മുടെ പ്രവർത്തകരെ വീണ്ടും തറവാടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് ഓൾ കേരള ഗവൺമെൻറ് അസോസിയേഷൻ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നമുക്ക് വേണ്ടി നിയമസഭയിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തുടനീളം ഓടി നടന്നുകൊണ്ട് മുഴുവൻ സമയവും കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, ഇവരൊക്കെ നമുക്ക് വേണ്ടി ഓടുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കരാറുകാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ പ്രശ്നങ്ങൾ പല രീതിയിൽ പറയും. സുഹൃത്തുക്കളെ, നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി ചെന്നിക്കര അവരുടെ അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർക്ക് വേറെ അത്യാവശ്യമായി പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. സഹകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് തന്നെ അവർ വളരെയധികം നന്ദിയുണ്ട്. അസോസിയേഷൻ്റെ പേരിൽ നന്ദിയും കൂടി രേഖപ്പെടുത്തുന്നു. അവർക്ക് ഉടനെ പോകേണ്ടവരോട് അനീഫ് പൈവളിക, അബ്ദുള്ള കുഞ്ഞി, സലീൽ മാസ്റ്റർ, സി നാരായണൻ, AK ഫൈസൽ, EA മുഹമ്മദ്. കരാറുകാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ബില്ല് കിട്ടാത്തതാണ് എന്ന് പ്രസിഡന്റിന് നന്നായിട്ടറിയാം. അവർക്കത് എന്നെപ്പോലെ പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ പറഞ്ഞില്ല എന്ന്. പിന്നെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടി നടത്തിയിട്ടാണ് പ്രസിഡന്റ് അവരുടെ പ്രസംഗം ഉപസംഹരിച്ചത്. ഇപ്പോൾ ജില്ലാ കലോത്സവത്തിൽ ഊണ് വിളമ്പാൻ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ സഹായിക്കണം എന്ന്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ബില്ല് കിട്ടാൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാക്കണം. ബില്ല് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് ജില്ലാ കലോത്സവം പൊടിപിടിക്കാൻ വേണ്ടി അവരുമായി സഹകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലും ജില്ലാ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും. ഞാൻ ഒരു പുസ്തകം വായിക്കുന്ന ആളല്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. നമ്മുടെ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ R പ്രസന്നൻ എഴുതിയ നിയമസഭയിൽ നിശബ്ദനായി എന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഒരു മാസം മുമ്പ് നിയമസഭ ലൈബ്രറി പ്രഗത്ഭനായ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ R പ്രസന്നൻ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നിശബ്ദനായി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത് മരിച്ചുപോയ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജിയെ കുറിച്ചാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജിയെ അദ്ദേഹം ബോംബെയിൽ വെച്ച് പരിചയപ്പെട്ടു. ഇപ്പോൾ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ജീവിച്ചിപ്പോൾ അദ്ദേഹത്തെ കണ്ട പല ആളുകളും വേദിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സദസ്സിൽ അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ ഒരു പരിക്കൽ സ്വഭാവക്കാരനായിരിക്കും കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന് ഞാൻ ഹാജിക്ക്. ഇപ്പോൾ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി അടക്കം ഈ ജില്ലയിലെ പല ആളുകളും അടിയന്തരാവസ്ഥ കാലത്ത് തിരുവനന്തപുരം ജയിലിലായിരുന്നു. അപ്പോൾ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു നമ്മൾ മൊയ്തീൻ കുട്ടി എന്ന മുൻ നിയമസഭാ സ്പീക്കർ. അപ്പോൾ സ്പീക്കർക്ക് ഒരു ആഗ്രഹം, ജയിലിൽ കിടക്കുന്ന മൊയ്തീൻ കുട്ടി ഹാജിയെ ഒന്ന് കാണുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് മിസ അനുസരിച്ച് ജയിലിൽ കഴിയുന്ന ഒരാളെ
നിയമസഭാ സ്പീക്കർ സന്ദർശിക്കാൻ പോയാൽ അതുണ്ടാക്കുന്ന പോരാട്ടങ്ങൾ എന്തുമാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിന് കലശലായ ഒരു മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു ജയിലിൽ ചെന്ന് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി കാണണമെന്ന്. ആ ആഗ്രഹം അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയുടെ മുമ്പിൽ. പക്ഷേ മൊയ്തീൻകുട്ടി ഹാജി പറഞ്ഞു, ഒരാൾ ആപത്തിൽ ചെന്ന് ചാടുമ്പോഴാണ് അല്ലെങ്കിൽ അപകടത്തിൽ പെടുമ്പോഴാണ് അയാളെ നമ്മൾ സഹായിക്കേണ്ടത്, അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് മൊയ്തീൻകുട്ടി ഹാജി ജയിലിൽ ചെന്ന് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ കണ്ടു. ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആളുകളും അതുപോലെ സദസ്സിലിരിക്കുന്ന ആളുകളും കേരളത്തിലെ രണ്ട് മുന്നണികളിൽപ്പെട്ട, രണ്ട് മുന്നണിയിലും ഇല്ലാത്ത പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും വേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകിയ ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് ഒരു പ്രതിസന്ധിയിൽ ആയപ്പോൾ എത്ര ആളുകൾ നിങ്ങളെ സഹായം ഉത്തരം കിട്ടിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കരാറുകാർക്ക് ഇപ്പോൾ നമ്മുടെ സർക്കാർ കൊടുക്കാറുള്ളത്. ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ പ്രസംഗിച്ചു പോയി, കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ കരാറുകാർക്ക് പൈസ നൽകാൻ കഴിയാത്തത്. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ നഗരത്തിലെ ഒരു PWD റോഡ് ചെയ്ത ഒരു കരാറുകാരനെ കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ബില്ല് കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞി കാസർഗോഡുണ്ടോ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഒരു 4 കോടി 5 കോടി ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ ഒരു തീരുമാനത്തിന് വകുപ്പ് നൽകാത്തത്, പണം നൽകാൻ കഴിയാത്തത് കേന്ദ്രം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കാസർഗോഡിന്റെ പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്ന് അവർക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന സണ്ണി ചെന്നിത്തല, അതേപോലെ തന്നെ സെക്രട്ടറി MA നാസർ അവരെല്ലാം ഉണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി വരുമ്പോൾ എൻ്റെ ഓർമ്മ ആദ്യം പോയത് പിന്നെ കാഞ്ഞങ്ങാടാണ്. അപ്പോൾ ഞാൻ വെച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പുതിയ വനിതാ ഹാളാണ് എടുത്തിട്ട് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഷാനവാസ് നന്നായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കരാറുകാരൻ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മുമ്പേ ഒരു 2-3 മാസം മുമ്പേ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. NH നല്ലോണം ഇട്ടുപൊളിക്കും. അപ്പം NHയോട് എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, കേന്ദ്ര സർക്കാരിനെയും പറയും. കാരണം നല്ലൊരു ഭാഗം ഷെയർ നമുക്ക് നികുതി വിഹിതമായി തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ നമ്മൾ വല്ലാത്ത രീതിയിൽ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാര്യമായ രീതിയിൽ ബില്ലൊന്നും മാറാതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു 25 ലക്ഷം വരെ മാറ്റാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ബില്ല് മാറി കിട്ടി. ഇനിയും അതേപോലെ 5 ലക്ഷം വരെ ആയി ചുരുങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെക്കാൾ ഞങ്ങളാണ് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ചിലവാകുന്നില്ല, എക്സ്പെൻഡിച്ചർ തീരെ വരുന്നത്. ഞങ്ങളിപ്പോൾ 11ാം സ്ഥാനത്താണ്. നമ്മൾ ബില്ലെല്ലാം ട്രഷറിയിലുണ്ട്. ആ ബില്ലെല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് 11ാം സ്ഥാനത്ത് നിന്ന് ഒരു 4ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റൂ. ഈ ഒരു പ്രയാസം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും ദുഃഖം ഞങ്ങളെയും കൂടെ ബാധിക്കുന്നതാണ്. കാരണം പല കാര്യങ്ങൾക്കും നിങ്ങളോട് ഫണ്ട് ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാത്തത് തന്നെ നമുക്ക് ബാധിക്കുന്നതിന് ഒരു വലിയ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം കിഫ്ബി പോലുള്ള പരിപാടികൾ, പദ്ധതികൾ ഏറ്റെടുത്തും അതേപോലെ ഒരുപാട് റോഡുകൾ നവീകരിച്ചൊക്കെ തന്നെ കരാറുകാരെ മുമ്പോട്ട് നയിക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫണ്ടിൻ്റെ പ്രശ്നം വന്നത്. എങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ, നല്ല കരാറുകാർക്കൊക്കെ തന്നെ നല്ല ഫണ്ട്, നല്ല ജോലി ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിനാണ് 1ാം പിണറായി സർക്കാർ ഏറ്റവും കാര്യമായ രീതിയിലേക്കൂടെ മുൻഗണന കൊടുത്തത്. അത് നമ്മൾ മറന്നുകൂടാ. എന്നാൽ ഇപ്പോഴാണ് കുറച്ചും കൂടി സാമ്പത്തിക പ്രതിസന്ധി വന്നത്. അത് നമുക്ക് മറികടക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാർ നടക്കുന്നുണ്ട്. മറികടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ അദാലത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്തിലെ എല്ലാ AEമാരും അതേപോലെ തന്നെ കരാറുകാർ ഇരുന്നുകൊണ്ട്, കാരണം നിങ്ങൾ ചെറിയൊരു പുള്ളി പിന്നെ തെറ്റേനും ബില്ല് മടക്കുന്ന ഒരു സ്ഥിതി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമുക്ക്, ഞാൻ പറഞ്ഞു, പുള്ളിയിൽ നമുക്ക് അവിടെ നിന്ന് ഇട്ട് തരാം. അതുകൊണ്ട് അതിൻ്റെ ഫയൽ മെല്ലെ ഇരുന്നുകൊണ്ട് ദീർഘകാലമായി പെൻഡിങ്ങിലിരിക്കുന്ന ഫയലുകൾ പരിഹരിക്കാൻ ഞങ്ങളോടുകൂടി തന്നെ വെക്കും. അതിൽ ജനുഷണറി കമ്മിറ്റിക്കാരെ കൂടി ഉൾപ്പെടുത്തി കുറേ സ്കൂളിൻ്റെ വർക്ക് അവരെടുക്കുന്നുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൂടി വെക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജില്ലാ യുവജനോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് 1-2 ആളെ കാണാൻ മംഗലാപുരം പോകണം. 12:30 എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. നിങ്ങളെ ഞങ്ങൾ കാര്യമായി സഹായിക്കണം. നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ഭക്ഷണം കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വരണമെങ്കിലും മറ്റ് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബോർഡ് ഈ ഒരു തലത്തിൽ പോകുമ്പോൾ ഓടിയെടുത്തിട്ടാണ് എൻ്റെ എല്ലാ സഹോദരന്മാരും
ഈ വർക്കായി മുമ്പോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർക്ക് ഒരു 2 മാസത്തെയും കൂടി ഇൻട്രസ്റ്റ് അധികം കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്ന രീതിയിൽ ചോദിച്ച്. ഇപ്പം അൽഹംദുലില്ലാ അങ്ങനെയുള്ള കാര്യമില്ല. ഇപ്പോൾ ഏതായാലും സെക്യൂരിറ്റി കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിലീസാക്കി പിന്നീട് അതിനെ റാറ്റിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത്. മറ്റ് ജില്ലാ പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കരാറുകാരാളും മറ്റേ 16 ഭരണസമിതിയും ഇതിലെ ലൈനാണ് അവിടെ നടക്കുന്നത്. പക്ഷെ എങ്കിലും എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇത് ഈ അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ സണ്ണിച്ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ആ കൂടി 40ഓളം ആൾക്കാരേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ നേതൃപാടവം വല്ലാതെയുള്ള നേതാക്കളാണ് നമ്മുടെ ഈ അസോസിയേഷനുള്ളത്. എങ്കിലും എവിടെയോ എന്തോ ഒരു കുറവ് ഇതിൽ. ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റായി പോകുന്നത്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇപ്പം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളല്ലേ ഞാൻ. മറ്റൊന്ന്, ഇവിടെ വരുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർമ്മ വരുന്ന പറയുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഭരണസമിതിയിൽ വൈസ് പ്രസിഡൻ്റ് അല്ലേ ഞാൻ. പക്ഷെ മറ്റ് 16 ആൾക്കാർ ഒരു സൈഡും ഞാൻ പ്രതിപക്ഷത്ത് നിൽക്കുന്നൊരവസ്ഥയാണ്. കരാറുകാർക്ക് വേണ്ടി തർക്കിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ആക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഫണ്ട് പിന്നെ മുമ്പ് ഉണ്ടായിരുന്നത്, ഒരാൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് പോയാൽ അത് ആദ്യം പോയി പിന്നെ മേലെ LSGDയിൽ കൊടുത്ത് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് അംഗീകരിച്ച് പിന്നീട് അത് ബോർഡിലേക്ക് വന്ന് ബോർഡ് അംഗീകരിച്ചതിന് ശേഷം പിന്നെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫോളോ ചെയ്ത് വന്നിരുന്നത്. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞ് LSGDയിലേക്ക് അവർ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു തെറ്റായി പോകുന്നത്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇപ്പം നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളുകളാണ് കരാറുകാർ. നാട്ടുകാരെ സംബന്ധിച്ച് നമുക്ക് കാര്യമായ സുവർണ കാലഘട്ടമൊന്നും ആരുടെ കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ കൂടുതൽ പണിയെടുത്താൽ ലാഭമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായി. അവിടെയാണ് പ്രശ്നം. കുടിശ്ശികയൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. 2.5 വർഷം കുടിശ്ശിക, 3 വർഷം കുടിശ്ശിക ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് പണിയെടുത്താൽ 10 രൂപ കരാറുകാർ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് നമുക്കൊരു മെച്ചം ഉണ്ടായത്. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യമില്ല. പൈസയില്ല, സാഹചര്യമില്ല, രണ്ടും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാരണം പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും നമ്മളെ വലയ്ക്കേണ്ട കാര്യമില്ല. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുകയും കരാറുകാർക്ക് എതിരായിട്ടുള്ള എന്താ പറയുക ഒത്തിരി കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. ഇപ്പോൾ ലൈസൻസിന്റെ ഫീസും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി തുകയും വർദ്ധിപ്പിച്ചു, 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. പണിയെടുത്ത കരാറുകാരന് കാശ് കിട്ടുന്നില്ല, കാശ് കൊടുക്കാൻ സർക്കാരിന് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ കരാറുകാരുടെ കയ്യിൽ നിന്ന് സർക്കാരിന് യാതൊരു മെച്ചമില്ല. 3 ഇരട്ടി ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിന് എന്താ ഗുണം? ബാങ്കിനാണ് ഗുണം. ബാങ്കിന് നമ്മൾ 1 ലക്ഷം രൂപയായിരുന്നു 3 ലക്ഷം രൂപയാക്കി കൊടുത്തു. 2 ലക്ഷം രൂപയായിരുന്നു എ ക്ലാസ് കരാറുകാരന് 6 ലക്ഷം രൂപ ബാധകമാകും. അതോടൊപ്പം തന്നെ ടെൻഡർ പങ്കെടുക്കുന്ന കരാറുകാർക്ക് എബോവ് ബിലോ എഴുതാം, റേറ്റ് കൂട്ടി ചെയ്യാനുള്ള സംവിധാനത്തിലേക്കും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ ഐറ്റം ബാർ റേറ്റ് എഴുതുന്നത്, ആ കാര്യം ധനകാര്യമന്ത്രിയോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സാറേ ഈ ഐറ്റം ബാർ എഴുതുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും കരാറുകാർക്കും സമയനഷ്ടം അല്ലാണ്ട് സർക്കാരിന് ഒരു ഗുണവുമില്ല. നമ്മൾ അതിന് വേണ്ടി ഓഫീസിലെ സ്റ്റാഫിനെ വെക്കേണ്ട കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ അത് ഫലപ്രാപ്തിയിലെത്തും. നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ഇപ്പോഴും വില എഴുതുന്ന കരാറുകാർ ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ കരാറുകാർ കേരളത്തിൽ ഉടനീളം, ഞാൻ കാസർഗോഡ് ജില്ലയിലെ ആകെ ആക്ഷേപിക്കാനായിട്ട് പറഞ്ഞല്ല കേട്ടോ, എല്ലാ കരാറുകാരും കുഴപ്പക്കാരെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇവിടെയുള്ള കുറച്ച് കരാറുകാർ മറ്റു പല ജില്ലകളിൽ പോയി വ്യാപകമായി ബിലോ എഴുതുകയും വർക്ക് ചെയ്യാതെ അവരെ എന്താ പറയുക ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന സാഹചര്യം ഇഷ്ടംപോലെയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കരാറുകാരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്തൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ MLA റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് വർക്ക് നടന്നത്. ഈ കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നടപടിയായി. ഇവിടുന്ന്
ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകനെ വിളിച്ചിരുന്നു. ആ കരാറുകാരൻ വന്ന് കണ്ടു. ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ട് കയ്യും കാലും പിടിച്ചിട്ട് അതൊന്ന് ഒഴിവാക്കി കൊടുത്തു. ഒരു ചിത്രം സംസ്ഥാനത്തെ കരാർ മേഖലയിൽ ഉണ്ട് എന്ന് യാഥാർത്ഥ്യം. അത് വളരെ പ്രഗത്ഭരായിട്ടുള്ള കരാറുകാരാണ് കൊഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കൂടുതൽ പ്രയാസം നമുക്ക് നേരിടേണ്ടി വരും. ഇന്ന് നമ്മൾ ഊർജ്ജപ്പെടുത്തി ബോധവൽക്കരണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നാണ് ഇന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ജില്ല നടത്തിയിരുന്നത് ഫെഡറേഷനുണ്ട്, ഫെഡറേഷനിൽ നിന്ന് മാറിപ്പോയാൽ നാഗരത്വമുണ്ട്. പക്ഷേങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടും പത്രവാർത്ത വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്ത പെട്ടെന്ന് വരും. ആ സ്ഥലത്താണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പല വാർത്തകളും വരുത്തി നമ്മളാണ് ഇതിന്റെ ആളുകൾ എന്ന് വരുത്തുന്നത്. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്റ്റാമ്പ് പേപ്പറിന്റെ ഒരു വിഷയം വാർത്ത വന്നു ജില്ലാ കമ്മിറ്റിന്റെ. അതായത് സ്റ്റാമ്പ് പേപ്പർ കിട്ടാനില്ല എന്നുള്ളതും അതിന് സർക്കാർ നടപടി സ്വീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള യാതൊരു സംഗതികളും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു ക്ഷീണമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത കൊടുത്തുകൊണ്ട് ശ്രദ്ധ പിടിച്ചിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ യൂത്ത് വിങ്ങിന്റെ കീഴിൽ നടത്തുന്ന പോലെയുള്ള സൗഹൃദ കൂട്ടായ്മകൾ നമ്മൾ സംഘടനയുടെ കീഴിൽ നടത്താൻ സാധിക്കണം. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഓണോ വിഷു വരുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജില്ല എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നാം കേരളത്തിലെ 14 ജില്ലകളിൽ പോയാലും എവിടെ നോക്കിയാലും കാസർഗോഡിൻ്റെ കരാറുകാരിൽ ജോലിയെടുക്കാനുള്ള ഒരു ജില്ലയും ഈ കേരളത്തിലില്ല. നേരെ മറിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് ജില്ലയിൽ നിന്ന് പുറത്തുള്ള കരാറുകാർ വളരെ വിരളമായിട്ട് വരാനുള്ളൂ. VLCC പോലത്തെ കമ്പനികൾ മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടേറെ കരാറുകാർ ഒരു സംഘടനയിലും അംഗമാവാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം സമീപിച്ചുകൊണ്ട് നമ്മുടെ ഈ വെൽഫെയർ സൊസൈറ്റിയുടെ കാര്യങ്ങൾ അവരെ ബോധിപ്പിച്ച് നമ്മുടെ ഈ സംഘടനയിൽ അംഗമാക്കാൻ ഇനി വരുന്ന കമ്മിറ്റി നമ്മൾ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബിലോ എഴുതുന്നു. ഇപ്പൊ നേരത്തെ ഇവിടെ സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാനവാസ് അവർ പറഞ്ഞു ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വേറെ പുതിയ വർക്ക് ബിലോയിൽ എടുക്കുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ തുക കയറ്റിയിടുന്നു. അങ്ങനെ പോയി അവസാനം എവിടെ ചേർന്നെത്തും. അവസാനം സ്വന്തം ഈ ബാങ്കിന്റെ ഓടി കിട്ടാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും കൂടുതൽ എവിടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും എവിടെ പോയാലും അവിടെ ഒരു വർക്ക് ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാസർഗോഡുകാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ അന്നത്തെ കാലത്ത് ഒരു 10 വർഷം 15 വർഷം മുമ്പ് നമ്മൾക്ക് കരാർ രംഗത്ത് വന്ന ആളുകൾക്ക് നമ്മൾ ബിലോ ഒക്കെ എഴുതുന്നതിൽ ഒരു കണക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് എത്ര ബിലോ എഴുതിയാലും നമുക്ക് ലാഭം നമുക്ക് കയ്യിൽ പോകുന്ന ഒരു സംവിധാനം അന്ന് പരിപാടി കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയി ആദരിക്കാനാണ് പ്ലാനിട്ടുള്ളത്. അപ്പോൾ ബഹുമാനായിട്ട് മൊയ്തീൻകുട്ടിയെ ചടങ്ങിന്റെ ഫോട്ടോ നമ്മളെല്ലാ അംഗങ്ങളും ഉൾക്കൊള്ളുന്ന
ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. City Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.